മകരവിളക്കിനൊരുങ്ങുകയാണ് ശബരിമല. അയ്യപ്പ വിഗ്രഹത്തിൽ മകരവിളക്കിന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളടങ്ങിയ പെടകങ്ങളുമായി തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടാനുള്ള ഒരുക്കങ്ങളിലാണ് പന്തളം. മാത്രവുമല്ല, വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. ഇത്തവണ ഒരുപാട് ഭക്തരാണ് എത്തുക. വെർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിലും അതേപോലെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും, സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ നിയന്ത്രണമുള്ളത്. ഒരുപാട് ഭക്തർ ഇന്നിപ്പോൾ സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി പ്രവീൺ പുരുഷോത്തമൻ? അരുൺ, ഇക്കുറി ശബരിമലയിൽ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലം പൊതുവെ പരാതിരഹിതമായിരുന്നു. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് സർക്കാരും പോലീസും ഒപ്പം തന്നെ ദേവസ്വം ബോർഡുമെല്ലാം. ഇന്നിപ്പോൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ തിരുവാഭരണ ദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 5 മുതൽ തന്നെ ദർശനം നടക്കുന്നുണ്ട്. ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം ദർശിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുക. വിവിധ ക്ഷേത്രങ്ങളിൽ കൂടി സഞ്ചരിച്ച് ഇന്ന് വൈകിട്ട് അയിരൂർ പുലികാവ് ക്ഷേത്രത്തിലായിരിക്കും വിശ്രമം. നാളെ വീണ്ടും പുലർച്ചെ ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. പിന്നീട് വൈകിട്ട് ലാഹയിലായിരിക്കും വിശ്രമം. 3-ാം ദിനം, അതായത് 14-ാം തീയതി പുലർച്ചെ തന്നെ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. കൃത്യം 6:15 സന്നിധാനത്ത് എത്തിച്ചേരും. അവിടെ തിരുവാഭരണത്തെ സ്വീകരിക്കും. തന്ത്രിയും മേൽശാന്തിയും എല്ലാം ചേർന്ന് ഏറ്റുവാങ്ങി അന്ന് വൈകിട്ട് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 14-ന് അന്ന് വൈകിട്ട് തന്നെ മകരജ്യോതി ദർശനവും നടക്കും. വലിയ ഭക്തജനത്തിരക്ക് ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. 12-ാം തീയതി 60,000-ഉം നാളെ 13-ാം തീയതി 50,000-ഉം മകരവിളക്ക് ദർശനം അന്ന് നടക്കുന്ന സമയം 14-ാം തീയതി 40,000-ആയും ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് കുറച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സ്പോട്ട് ബുക്കിംഗ് പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് മാറ്റിയെന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇക്കുറി ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ വിവിധ ഇടങ്ങളിൽ പോലീസിനെയൊക്കെ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഏതായാലും ഇപ്പോൾ പന്തളം ക്ഷേത്രത്തിൽ തിരുവാഭരണ ദർശനം നടക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. പന്തളം ക്ഷേത്രത്തിൽ ഇപ്പോൾ തിരുവാഭരണ ദർശനമുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്.